നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും? അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത് എപ്പോഴായിരിക്കും? ഇന്നത്തെ വീഡിയോയിൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിലവിൽ ലഭ്യമായ വിവരങ്ങളും ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാന കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം. സുഹൃത്തുക്കളെ, ഓരോ മാസവും ലഭിക്കുന്ന ഈ പെൻഷൻ നിരവധി കുടുംബങ്ങളുടെ പ്രധാന ആശ്രയമാണ്. മരുന്ന് വാങ്ങാനും വീട്ടു ചെലവുകൾ നടത്താനും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനും ഈ തുക വലിയ സഹായമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും ആദ്യ ദിവസങ്ങളിൽ മുതൽ ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തുടങ്ങും. ജൂൺ മാസത്തിലും അതേ അവസ്ഥയാണ് കാണുന്നത്. നിരവധി ആളുകൾ ബാങ്കുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. ചിലർ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ വിശ്വസിച്ച് ആശയക്കുഴപ്പത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ട സമയം വന്നിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ക്ഷേമ പെൻഷനുകൾക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന്റെ തെളിവാണ് ബഡ്ജറ്റിൽ ഇതിനായി വലിയ തുക നീക്കിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷൻ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ഒരു പ്രധാന സംശയം വിതരണം വൈകുമോ എന്നതാണ്. സാധാരണയായി ഓരോ മാസവും പെൻഷൻ വിതരണം സംബന്ധിച്ച സർക്കാർ അനുമതി ലഭിച്ച ശേഷമാണ് ബാങ്കുകളിലേക്ക് തുക കൈമാറുന്ന നടപടികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ പലരും ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു തീയതി പറഞ്ഞാൽ അത് ഔദ്യോഗിക തീയതി എന്ന് അറിയിപ്പാണെന്ന് കരുതുന്നു. യാഥാർത്ഥ്യത്തിൽ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങാതെ ഒരു തീയതിയും സ്ഥിരീകരിച്ചതായി കണക്കാക്കാൻ കഴിയില്ല. ഇതിനിടെ നിരവധി യൂട്യൂബ് വീഡിയോകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും വിവിധ തീയതികൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔദ്യോഗിക ഉത്തരവ്, സർക്കാർ അറിയിപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ പ്രസ്താവന എന്നിവ മാത്രമാണ് വിശ്വസിക്കേണ്ടത് എന്നതാണ് സത്യം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ പണം എത്തിയിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം വിതരണം ആരംഭിച്ചാൽ ഘട്ടം ഘട്ടമായാണ് പലപ്പോഴും തുക അക്കൗണ്ടിൽ എത്തുന്നത്. ഒരു ദിവസം എല്ലാവർക്കും ഒരേ സമയം ലഭിക്കണമെന്നില്ല. ചിലർക്ക് ആദ്യം ലഭിക്കുകയും മറ്റുള്ളവർക്ക് പിന്നീട് ലഭിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ലെന്ന് കണ്ടാൽ ഉടൻ ഭയപ്പെടേണ്ടതില്ല. അതേസമയം ഗുണഭോക്താക്കൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പാക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്നുള്ളതാണ്. അതുപോലെ ആധാർ വിവരങ്ങൾ ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുമാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതുപോലെ അക്കൗണ്ട് നമ്പറിലോ വ്യക്തിഗത വിവരങ്ങളിലോ തെറ്റുകളില്ലാലോ എന്നും ഉറപ്പാക്കണം. ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇപ്പോൾ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായിട്ടാണ്. ഒരു തീയതി പ്രഖ്യാപിക്കപ്പെടുന്ന നിമിഷം മുതൽ തന്നെ ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധിക്കാൻ തുടങ്ങും. കാരണം ഈ തുക പല കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ചിലവുകളും ഉള്ള സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ പ്രാധാന്യം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകാം. പലരും കമന്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഏത് തീയതിയിലാണെന്നുള്ളത്. ഈ ചോദ്യത്തിനുള്ള സത്യസന്ധമായ മറുപടി ഇപ്പോൾ പറയാം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജൂൺ 2026 പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏതെങ്കിലും തീയതി സ്ഥിരീകരിച്ചതായി കരുതരുത്. ഔദ്യോഗിക ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ വിതരണ തീയതി നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഗുണഭോക്താക്കൾ അഭ്യൂഹങ്ങളിൽ വീഴാതെ
സർക്കാർ പ്രഖ്യാപനം കാത്തിരിക്കുക. പുതിയ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങളുടെ കടമ. അതുപോലെ തന്നെ ഒരു പ്രധാന ചോദ്യം കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ SSLC പഠിച്ചിട്ടില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നത് കളഞ്ഞുപോയി എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടിയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജനനം തെളിയിക്കുന്ന അതായത് ആധാർ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.